പ്രൈസ് ലോർഡ് ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം അറിയിക്കുന്നത് ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 23-4 വാക്യം ഇങ്ങനെ പറയുന്നു. കുരിന് താഴ്വരയിൽ കൂടെ നടന്നു പോയാലും ഞാൻ ഒരല്പം ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടി ഇരിക്കുന്നു, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. നോക്ക് പ്രിയപ്പെട്ടവരെ, ദാവീദ് തന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ കഠിനമായ പ്രശ്നങ്ങളുടെ പ്രതികൂലങ്ങളുടെ കടന്നു പോയപ്പോൾ ദാവീദ് 23 സങ്കീർത്തനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. കൂരിന്റെ താഴ്വഴി കൂടെ എന്നാലും ഞാൻ ഒരല്പം ഭയപ്പെടുകയില്ല. എന്താണ് പ്രിയപ്പെട്ടവരെ കൂരിന്റെ താഴ്വരയിൽ ഒറ്റയ്ക്കുള്ള ജീവിത യാത്ര? ഹല്ലേലൂയ. ഇരുൾ തിങ്ങിയ വേളകളിൽ നമ്മുടെ കണ്ണുനീരിന്റെ അവസ്ഥകളിൽ കൂടെ ആരും സഹായത്തിനില്ലാതെ, ആശ്രയിക്കുവാൻ ആരുമില്ലാതെ, ആരോടും ഉള്ളിലെ സങ്കടങ്ങൾ തുറന്നു പറയാൻ കഴിയാതെ ഒറ്റയ്ക്കുള്ള നമ്മുടെ യാത്രകൾ, പ്രശ്നസങ്കീർണമായ ആ യാത്രകൾ, മരണസങ്കീർണമായിരിക്കുന്ന ജീവിതങ്ങൾ, എപ്പോൾ വേണമെങ്കിലും മരണം നമ്മെ തേടിയെത്താം എന്നൊരവസ്ഥ. രോഗത്തിന്റെ ചിലപ്പോൾ കഠിനമായ അവസ്ഥകളായിരിക്കാം, അല്ലെങ്കിൽ കടഭാരങ്ങളായിരിക്കാം, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാവിയായിരിക്കാം, ഒറ്റയ്ക്കുള്ള ജീവിതയാത്രയായിരിക്കാം, അല്ലെങ്കിൽ കൂരിടെന്ന് പറയുമ്പോൾ ഇരുട്ടുള്ള യാത്ര. ഹല്ലേലൂയ. ഇരുട്ട് മൂടിക്കിടക്കുന്ന, പ്രകാശം ഒട്ടും പോലും ഇല്ലാതിരിക്കുന്ന പ്രശ്നസങ്കീർണമായ ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ദാവീദ് പറയുകയാണ്, അതേ ഞാൻ കൂരിന് താഴ്വരയിൽ കൂടി കടന്നു പോയാലും ഞാൻ ഒരല്പവും ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. ഞാൻ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകട്ടെ, ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകട്ടെ, ഒരുപക്ഷെ എന്നെ സഹായിക്കാൻ ആരുമില്ല, ശത്രുക്കൾ എനിക്ക് ചുറ്റും ഏറി വന്നാലും ഹല്ലേലൂയ ഞാൻ ഭയപ്പെടത്തില്ല. കാരണം എനിക്കൊരു അനർത്ഥവും വരികയില്ല. കാരണം എന്താ? ദൈവം എന്നോട് കൂടെ ഉണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു അനർത്ഥവും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഓരോ കൂലുകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിന്റെ നടുവിലൊക്കെ ആ വെളിച്ചമായ കർത്താവ്, വെളിച്ചത്തിന്റെ പ്രകാശമായ കർത്താവ്, ഉദയസൂര്യനായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമായി വെളിപ്പെടുവാനിടയാകും. അതുകൊണ്ട് ദാവീദ് പറയും, എന്നോട് കൂടെ ഇരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദാവീദിന് ഉറപ്പുണ്ട്. ദൈവം ഹല്ലേലൂയ ദാവീദിന്റെ പക്ഷത്തുണ്ട്, കൂടെ ഉണ്ട് എന്നൊരു ഉറപ്പ് ദാവീദിന് നിശ്ചയിച്ചിട്ടുണ്ട്. നിന്റെ വടിയും പോലും എന്നെ ആശ്വസിപ്പിക്കും. എന്താണ് പ്രിയപ്പെട്ട വടി? ഒരു സൈഡിലൂടെ നാം പ്രശ്ന സങ്കീർണമായ അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ നാം ഒരുപക്ഷെ വീണു പോയേക്കാം, തളർന്നു പോയേക്കാം, അല്ല ചിലപ്പോൾ ഒരുപക്ഷെ ദൈവശബ്ദം കേട്ടും ഇതിലൂടെ പോയിട്ടും കർത്താവ് എന്തുകൊണ്ട് വിളിച്ചത് ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ നാം ഒരുപക്ഷെ വ്യതിചലിച്ച് പോയേക്കാം. ആ പോകുന്ന വഴിയിൽ ദൈവം നമ്മെ ഒന്ന് ഹല്ലേലൂയ ഒന്ന് ചാരുവാൻ, നമ്മെ ഒന്ന് ഒതുക്കുവാൻ ഹല്ലേലൂയ ദൈവം തന്റെ വടി ഹല്ലേലൂയ നമ്മളിലേക്ക് നീട്ടുവാനിടയാണ്. കോൽ എന്താണ് പ്രിയപ്പെട്ടവരെ? നമുക്ക് എത്തിപ്പിടിക്കുവാൻ, നമുക്കറിയാം ആടിനെ കുറിച്ച് നാം പഠിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ഇടയന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. തെറ്റിപ്പോകുന്ന ആടിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊട്ടിട്ട് നേരെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു അടി കൊടുക്കുമ്പോൾ ആ വളഞ്ഞു പോകുന്ന, വഴി തെറ്റിപ്പോകുന്ന ആ അനുഭവത്തിൽ നേരെ വരും. കോൽ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് പച്ചിലയായിരിക്കും ആടുകൾ കഴിക്കുന്നത്. എന്നാൽ വൃക്ഷത്തിന്റെ ഇവർക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ഹല്ലേലൂയ ആ പച്ചിലകൾ ഉയർന്നിരിക്കുമ്പോൾ ആ ഇടയൻ ആ കോല് കൊണ്ട് അതൊന്ന് താത്ത് കൊടുക്കുവാനിടയാകും. സ്തോത്രം. അത് താത്ത് കൊടുക്കുമ്പോൾ ആ ആടിന് അത് ഭക്ഷിക്കുവാനിടയായിത്തരും. ആ ഇടയനാണ് ആടിനെ സൂക്ഷിക്കുന്ന, ആടിന്റെ കുടിക്കുവാനുള്ള വെള്ളം, അതിന് ഇലവർഗ്ഗങ്ങളെല്ലാം കൊടുക്കുന്ന ഇടയനാണ്. പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളോട് നാം കടന്നു പോകേണ്ടി വരുമ്പോഴും ഏത് അവസ്ഥയിലൂടെ നാം കടന്നു പോയാലും, നമുക്ക് കൂരിന് താഴെ കടന്നു പോയാലും ഇരുൾ തിങ്ങിയ പാതയിലൂടെ കടന്നു പോയാലും, പ്രശ്നസങ്കീർണമായ അവസ്ഥ, ഏകാന്തതകൾ, ജീവിതത്തിന്റെ ഒരു അറ്റത്ത് മറ്റേ കൂട്ടിമുട്ടിക്കുവാൻ കഴിയാതെ നാം ഭാരപ്പെടുമ്പോഴും ഹല്ലേലൂയ ഇവിടെ പറയുകയാണ്, ദാവീദ് ഇവിടെ പറയുകയാണ്, അതേ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ചില കഷ്ടങ്ങളോട് നമുക്ക് കടന്നു പോയാലും, പ്രശ്നങ്ങളോടെ കടന്നു പോയാലും, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതായ എല്ലാം, ആഹാരമാണ്, വെള്ളമാണ്, വസ്ത്രമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം ദൈവം നൽകി തരുവാൻ ഇടയാകും. എന്നിട്ട് പറയുകയാണ്, എന്റെ ശത്രുക്കൾ കാണുകയെ ദൈവം വിരുന്നൊഴുക്കും. അതേ ഇന്ന് ഞാൻ കൂരിന് താഴെ കൂടെ കടന്നു പോവുകയാണ്, എന്നാൽ ഹല്ലേലൂയ ഇതെന്നെ കൊന്നു കളയുവാനോ തകർത്തു കളയുവാനല്ല. നമുക്ക് ദാവീദിന്റെ ജീവിതം പഠിക്കുമ്പോൾ തൻ്റെ ബാല്യകാലത്ത് തന്നെ തനിക്ക് തൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ എതിരായിരുന്നു.
അമ്മ കാട്ടിലായിരുന്നപ്പോൾ ഒറ്റയ്ക്ക് നിന്നൊരു ദാവീദ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അമ്മ തന്റെ ചെയ്തിലെ പ്രതി സിംഹങ്ങളും പുലികളും ഒക്കെ തന്റെ കരടിയും ഒക്കെ തന്റെ നേരെ അടുത്തപ്പോൾ ഹല്ലേലൂയ അതിനെയൊക്കെ വലിച്ചു കീറിക്കളഞ്ഞ് ദൈവം തന്നോട് കൂടെ ഉള്ളത് കൊണ്ടാണ് അതിനെയൊക്കെ ജയിക്കുവാൻ ഇടയായത്. അമ്മ ആ സങ്കടം ആ അവസ്ഥയിൽ കടന്നു പോയപ്പോഴും അമ്മ ആ കാട്ടിൽ വെച്ച് തന്നെ തന്റെ മരണം സംഭവിച്ചേക്കാം. എന്നാൽ എന്ത് ചെയ്യാ, ദൈവം തന്നോട് കൂടെ ഉള്ളത് കൊണ്ടാണ് അമ്മേ ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ എന്ത് ദൈവം കൊടുത്തിരിക്കുന്ന ഏത് വാഗ്ദത്തമാണോ അത് ഏതാണ് രാജാവെന്ന ആ പദവിയിലേക്ക് വരുവാനുള്ള ദാവീദിനെ ദൈവം വിളിച്ച ആ വിളിയിലേക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ തന്നെ ജീവിതം നമുക്കറിയാം. രാജാവായ ശേഷവും തനിക്ക് തന്റെ തലമുറയും ഒക്കെ എന്ത് ചെയ്യുക എതിരായി നിന്ന് അമ്മായപ്പന്റെ ശൗലായാണെങ്കിലും തനിക്ക് എതിരായി നിന്നിട്ടും അതെല്ലാം എന്ത് ചെയ്യുക ഊരിന്റെ ഒരു താഴ്വഴിയാണ്. എന്നാൽ അവിടെ നിന്നും ഹല്ലേലൂയ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചൊരു ഭക്തരായി മനുഷ്യൻ നമുക്ക് കാണുവാൻ കഴിയും. ദാവീദിന് ചെറിയ കഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുമ്പോൾ ഇസ്രായേലിന്റെ മധുരഗായകൻ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യന് ദാവീദ് തന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാം കാലങ്ങളായി തന്നെ ഓടിച്ചുകൊണ്ട് നടന്ന എല്ലാ ശത്രുക്കളെയും കർത്താവ് അടക്കി ദാവീദിന് സ്വസ്ഥത നൽകി കൊടുത്തു. ഞാൻ നിനക്ക് ഗൃഹം പണിയുമെന്ന ദാവീദിനോട് ദൈവം വാഗ്ദത്തം ചെയ്തൊക്കെ എന്ത് ചെയ്യുക ഇന്നത്തെ നിവർത്തീകരിപ്പാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യം ഒന്ന് നമ്മെ തളർത്തിക്കളയുവാൻ വാദിക്കുന്നവരുണ്ടാകാം നമ്മുടെ ചുറ്റും. പക്ഷെ എന്നാൽ നമ്മെ വിളിച്ചിരിക്കുന്ന ആ വിളി, ദൈവം നൽകിയിരിക്കുന്ന ആ കാഴ്ചപ്പാട്, ദൈവം വിളിച്ചിരിക്കുന്ന ആ വിളിയിലേക്ക് നമ്മെ എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. കാരണം ദൈവം സർവശക്തനാണ്, ദൈവം മഹാദൈവമാണ്. ആ ദൈവത്തിന്റെ മുകളിൽ എന്താ മറ്റൊരു ദൈവമില്ല. അതുകൊണ്ട് ആ ദൈവത്തിന് കഴിയാത്തായിട്ട് നമ്മുടെ ജീവിതം ഒന്നുമില്ല. കൂടെ താഴെ കൂടെ കടന്നു പോയേക്കാം. പ്രശ്ന സങ്കടം അവസ്ഥയിലൂടെ കടന്നു പോയേക്കാം. പക്ഷെ എന്നാൽ എന്തെയോ നിങ്ങളുടെ കൂടെ ഉള്ള ദൈവത്തെ നിങ്ങൾ യഥാർത്ഥമായി മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകും. ഇതൊക്കെ തരണം ചെയ്യുവാനുള്ള ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ. അതുകൊണ്ടാണ് പറയുന്നത് യഹോവയെ കാത്തിരിക്കുന്നവരാണ് ശക്തിയെ പുതുക്കുന്നത്. അല്ലെ, അവർ കഴുകന്മാരെ പോലെ ചിറകഴിച്ചു കയറും. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ ഇന്നത്തെ പ്രതിസന്ധികളെ നോക്കാതെ എന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുമെന്നുള്ള ആ ഉത്തമ ബോധ്യത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകഴിക്കുക. നമ്മുടെ പ്രതികൂല സമയങ്ങളിൽ ഞങ്ങൾ തളർന്നു പോയിരിക്കാം. പക്ഷെ എന്നാൽ എന്ത് ചെയ്യാം അവിടെ വീണ് പോകാതെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്ന ദൈവത്തിന്റെ കരമുണ്ട്. നമ്മൾ തിരുവചനത്തിൽ എവിടെ നോക്കിയാലും തളർന്നു പോയിരിക്കുന്ന അവസ്ഥയൊക്കെ പിടിച്ച് ദൈവം പുറത്തു കൊണ്ട് നമുക്ക് കാണുവാൻ കഴിയും. ഏലിയാവ് എന്ന് പറഞ്ഞ ഭക്തനായ മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ ഇതുപോലെ കുഴിന്റെ താഴ്വഴി കൂടെ കടന്നുപോയി. എന്ന് വെച്ചാൽ ഇസബേലിന്റെ വാക്ക് കേട്ട് ചൂരച്ചെടിയുടെ തണലില് ചുരുണ്ട് ഉറങ്ങിപ്പോയൊരു മനുഷ്യൻ. എന്ന് വെച്ചാൽ തളർന്നു പോയി, ക്ഷീണിച്ചു പോയി. മതി കർത്താവേ, എനിക്ക് മരിച്ചാൽ മതി എന്ന് ഹല്ലേലൂയ ദൈവത്തോട് നിലവിളിച്ച ഒരു ഭക്തനായ മനുഷ്യൻ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവിടെ കൊണ്ടല്ല, ചൂരച്ചെടി കൊണ്ടല്ല ഏലിയാവിനെ ഹല്ലേലൂയ ഒതുക്കി. പക്ഷെ അതിനും അപ്പുറമായ ഒരു യാത്ര തനിക്ക് ഉണ്ടായിരുന്നു. ദൂരയാത്രയ്ക്ക് വേണ്ടി പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്തോ കൂറിന്റെ ചെറിയ താഴ്വര വന്നപ്പോൾ ഭയപ്പെട്ടു പോയി, പേടിച്ചു പോയി. ഹല്ലേലൂയ. പക്ഷെ എന്നാൽ എന്ത് ചെയ്യുക പിന്നത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. കൂറിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനെ ദൂതനെ ദൈവം അയച്ച് അവന് വെള്ളവും ഹല്ലേലൂയ അടയും കൊടുത്ത ദൂരയാത്രയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടുവന്ന ഒരു ദൈവത്തിന്റെ വലിയ പദ്ധതി നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് തിരുവചനം പറഞ്ഞത് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവും. അതെ, ദാവീദ് പറഞ്ഞതുപോലെ തന്നെ അത് നീ കൂടിന് താഴെ കൂടെ കണ്ടാൽ ഞാൻ എന്ത് ചെയ്യാം ഒരർത്ഥവും ഭയപ്പെടുകയില്ല. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന എന്നെ ശക്തനാക്കുന്നതിനോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അത് മുഖാന്തരം ഞാൻ സകലത്തിലും പൂർണ്ണ ജയം പ്രാപിക്കും. ഇന്ന് പകൽ കാലത്ത് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശക്തിയോടെ ദൈവത്തിന് ആയിരിക്കുക, കാത്തിരിക്കുക. ദൈവം പ്രവർത്തനങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനാകും. ഏത് സാഹചര്യം കടന്നു പോയാലും നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വന്ന് മനുഷ്യനായി ജീവിച്ച് മനുഷ്യനായി മരിച്ചു. പക്ഷെ മനുഷ്യനായി എല്ലാം ഉയർത്തി പക്ഷേ ദൈവമായി ഉയർത്തും. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈ തരത്തിലൊക്കെ നമ്മുടെ ജീവിതം ഉണ്ടെങ്കിലും പക്ഷെ ദൈവത്തിന്റെ ഒരു മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകും. ദൈവത്തിനെ കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.